അവൾ ഒന്ന് കളം പിടിച്ച് അനുമോൾ ആ ഒരു കോംബോ അവളുടെ ഒരു എന്താണ് അവളെ ഒന്ന് ജനങ്ങൾ ഏറ്റെടുത്ത് ഒരു അനിക്കുട്ടി ഒരു അനിയത്തിക്കുട്ടി ഒരു കുട്ടിത്ത പരിപാടിയൊക്കെ ആയിട്ട് വന്നതിന് ശേഷം അവൾ കാണിക്കുന്നതെല്ലാം ആ ഒരു റൂട്ടിലാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത്. അങ്ങനെ അങ്ങ് പോകും. കാരണം അവൾ ആ ഒരു ലൈസൻസ് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിളി പോയ പരിപാടികളുള്ള ഒരു മീറ്ററിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലങ്ങ് ഓടിപ്പോകുമായിരുന്നു. ഓക്കെ. അപ്പൊ ഈ സ്റ്റാർ മാജിക്കിന്റെ വിജയത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരാളുടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് എഫേർട്ട്. എന്നാലും അനു എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ശരിക്കും ആ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതെല്ലാവരും ഞാൻ പറഞ്ഞു സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ വിജയത്തിന്റെ പിന്നിൽ ഈവൻ ആർട്ട് ഉൾപ്പെടെ ഒരു സിനിമ പോലെ തന്നെയാണ്. ആർട്ട് ഉൾപ്പെടെ കോസ്റ്റ്യൂം ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ക്യാമറ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും മേക്കപ്പ് ഉൾപ്പെടെ അതായത് അനൂപ് ജോൺ എൻ്റെ ഡയറക്ടർ, ഞാൻ പുള്ളിയുടെ കൂടെ എനിക്കൊന്ന് ഇപ്പോൾ ഒരു 10-12 വർഷമാകും തുടങ്ങിയിട്ട്. 10 വർഷം മേലെ എന്തായാലും ആകുന്നു. അപ്പം അതൊരു ഭയങ്കര ഗ്രൂപ്പ് വർക്കായിരുന്നു. എല്ലാവരും അത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ അതിലുള്ള ക്രൂവിലുള്ള എല്ലാവരും അത്രയ്ക്കും ഡെഡിക്കേഷൻ ആണ് ആ ഷോ. കാരണം ഒരു 7 വർഷം കണ്ടിന്യൂസ് പോയ ഷോയാണ്. നമ്മളൊരു വീട് പോലെയാണ്. കാരണം നമ്മളത് ആഴ്ചയിൽ 7 ദിവസം പോയിട്ടുണ്ട്. 6 ഡേയ്സ് എപ്പിസോഡും 7ാമത്തെ ദിവസം ഇവന്റും 3.5 മണിക്കൂർ കണ്ടന്റ്. അത്ര പോയിട്ടുള്ളൊരു ഷോ ആണ്. അതായത് 1000-ന് മേലെ എപ്പിസോഡ് പോയിട്ടുണ്ട്. എണ്ണി നോക്കിയാ എത്രയും മണിക്കൂറാണ് ജനങ്ങൾ ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയും വലിയ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര അതിൽ എനർജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഇല്ലേ, എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു.